ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയും അതുപോലെ പഫി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പൂരി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് പൂരി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ ഞാനൊരു പൊട്ടറ്റോ മാഷറാണ് ഉപയോഗിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ കൈ വെച്ചോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെയൊക്കെ എടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. എന്തിനാ ഇത്ര നന്നായിട്ട് നമ്മളിത് ഉടച്ചെടുക്കണേന്ന് വെച്ചാൽ നമ്മൾ പൂരി വറുത്തെടുക്കില്ലേ, ആ സമയത്ത് നന്നായിട്ട് ഉടച്ചെടുത്തില്ല ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പൂരി വീർത്ത് വരില്ല വറുത്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് കാരണമാണ് നന്നായിട്ട് തന്നെ നമ്മളിത് മാഷ് ചെയ്തെടുക്കുന്നത്. പൊട്ടറ്റോ പൂരി അല്ലാന്നുണ്ടെങ്കിൽ ആലു പൂരി, സാധാരണ നമ്മൾ പൂരി തയ്യാറാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. ഇപ്പം കണ്ടില്ലേ, ഞാനിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ്. ചെറിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ ഉരുളക്കിഴങ്ങ് എടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പൂരി നന്നായിട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണത് കേട്ടോ. സാധാരണ പൂരി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ റവ ചേർത്ത് കൊടുക്കും കൂടുതൽ ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് പൂരി എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഉണ്ടാക്കണ കാരണം അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതായത് ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം കൂടിയാണ് നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണുള്ളൂ. കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാലയുടെ അളവൊന്നും കൂടി പോണ്ട കേട്ടോ. ഒരുപാട് ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് ആയാലും ഈ ഒരു പൂരിയൊന്നും കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുളിരസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയില നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില മുറിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ആംചൂർ പൗഡർ എന്ന് പറയുന്നത് മാങ്ങ ഉണക്കിയെടുത്തതിൻ്റെ പൊടിയാണ് കേട്ടോ. നമുക്കത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു പുളിരസമായിരിക്കും അതിന്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ, അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ അയമോദകം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. എല്ലാം ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ രണ്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ താല്പര്യമാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയിതിപ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഈ ഉരുളക്കിഴങ്ങിൽ അത്യാവശ്യം ചെറുതായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം അത് വെച്ചിട്ട് നമ്മൾ ഈ പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് ആലു പൂരി ആയ കാരണം പെട്ടെന്ന് തന്നെ വെള്ളം കൂടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ. അതുപോലെ ഈ പൂരി ആകുമ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കുക. ചപ്പാത്തി കുഴച്ചെടുക്കണ അത്രയ്ക്കൊരു സോഫ്റ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ പൂരി തയ്യാറാക്കുമ്പോൾ കുഴച്ചെടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു സ്റ്റിഫായിട്ടുള്ള ഡൗ ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വരും ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്ത് കൊടുത്ത കാരണം. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്ത് കൊടുത്ത കാരണം നമ്മളിത് കുഴച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെക്കും. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ഡൗ നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒന്ന് സ്റ്റിഫായിട്ട്, ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, തീരെ സോഫ്റ്റ് ആവാതിരിക്കരുത് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഞാനിതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ.
ഇപ്പൊ കണ്ടില്ലേ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ട്ടാ. ഈ ഒരു രീതിയിൽ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതിന് ശേഷം എല്ലാവിടേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അടച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ പൂരി തയ്യാറാക്കി എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇത് മതി. ഇപ്പോൾ കണ്ടില്ലേ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അതായത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് മാറ്റാം. അപ്പോൾ എത്ര സൈസിലുള്ള പൂരി നമ്മൾ തയ്യാറാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കണേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടാണ് തയ്യാറാക്കിയെടുക്കണത്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം തന്നെ ഉരുട്ടിയെടുക്കാം. ഞാനിനിപ്പോൾ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ, അതിനുശേഷം കാണിക്കാം. ഇപ്പം കണ്ടില്ലേ ഞാൻ ഈ ഒരു സൈസിൽ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ ബോൾസും ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം മാത്രം ഇതുപോലെ ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയെടുക്കണുള്ളൂ. പിന്നെ ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിക്കണില്ല കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറഞ്ഞ അളവിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടി ആവാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്കിത് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. പൂരിക്ക് പരത്തണ സമയത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തണേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വീർത്ത് വരിക. ഒരുപാട് തിന്നായിട്ട് നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് മാറും. അപ്പോൾ അത് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് വരില്ല, പപ്പടം പോലെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിൽ ആണ് ഞാനിതിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പൂരികളും ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാനൊരു 5-6 പൂരി ആദ്യം ഒന്ന് പരത്തിയെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യാനൊക്കെ തുടങ്ങാം. പിന്നെ നമ്മൾ പൂരിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരേ തിക്നെസ്സോട് കൂടി തന്നെ പരത്തിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴായിരിക്കും പൂരിയാണെന്നുണ്ടെങ്കിലും അതുപോലെ ചപ്പാത്തിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുള്ളൂ കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു റൗണ്ട് ഷേപ്പിലൊന്നും പരത്തിയെടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അതായത് ഒരു 3-4 ഷീറ്റായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്ജസ് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ കുക്കി കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വലിയ കട്ടർ ഉപയോഗിച്ചിട്ട് ഈ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ വരും. അല്ലാന്നുണ്ടെങ്കിൽ പത്തിരി പ്രസ് ഉണ്ടല്ലോ, പത്തിരി പ്രസ് ചെയ്തെടുക്കണത്, അത് ഉപയോഗിച്ചിട്ടും ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ഈ ഒരു പൂരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും റൈത്തയോ അച്ചാറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിലും കഴിക്കാം. സാധാരണ പൂരിയുടെ ഒരു ടേസ്റ്റ് അല്ല നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ മസാലകളും ഒക്കെ ചേർക്കണ കാരണം കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി തന്നെയാണ് കേട്ടത്. ഇപ്പം കണ്ടില്ലേ ഞാൻ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് പൂരി അങ്ങനെ പരത്തിയെടുത്ത് മുകളിൽ വെച്ച് കൊടുത്താലും ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ കുറേ സമയം ഇരിക്കണ സമയത്ത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചെണ്ണം പരത്തിയെടുക്കും, അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. കണ്ടില്ലേ ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൂരി വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ പൂരിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പൂരി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വീർത്ത് വരുള്ളൂ, പൊങ്ങി വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചും അതുപോലെ പരത്തിയെടുത്താലും എണ്ണയ്ക്ക് ചൂടില്ലെങ്കിൽ പൊങ്ങി വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. കണ്ടില്ലേ ഇപ്പം എണ്ണ ഞാനിതുപോലെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ പൊങ്ങി വരുന്നു കണ്ടോ. കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കണ പൂരിയുടെ അത്ര ഫാസ്റ്റായിട്ട് പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിലും പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്.
ഇത് മതി കേട്ടോ. അതിനുശേഷം നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പൂരി റെഡി ആയിട്ട് വരും. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത പൂരി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈയൊക്കെ പെട്ടെന്ന് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇതും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പൂരി എന്ന് പറയുമ്പോൾ ചൂടോട് കൂടി കഴിക്കാൻ തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക കേട്ടോ. കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പൂരി എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ തയ്യാറാക്കിയെടുക്കാൻ. ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചപ്പാത്തി ഒന്നും തയ്യാറാക്കണം അത്രയ്ക്കൊരു സമയം പോലും വേണ്ട പൂരി തയ്യാറാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എല്ലാം ഞാനിനി ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ നല്ല പഫിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ പൂരി അഥവാ ആലു പൂരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പൊട്ടറ്റോ പൂരി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഈ ഒരു പൂരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഫ്ലേവറോട് കൂടിയ ഒരു പൂരി തന്നെയാണ്. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പൂരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.